എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ശകുനിയെക്കുറിച്ചിട്ടാണ്. കൂർമ്മ ബുദ്ധിയുടെ പേരിൽ അല്ലെങ്കിൽ കൗശല ബുദ്ധി, കുറുക്കൻ്റെ ബുദ്ധിയുടെയൊക്കെ പേര് കേട്ട ശകുനിയെ പറ്റി തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തത് ശകുനിയുടെ ചെയ്തികളാണ്. അതായത് മഹാഭാരത കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും പല ഘട്ടങ്ങളിലായിട്ട് ശകുനി തൻ്റെ കൗശല ബുദ്ധി പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റാം. ശത്രുക്കൾക്ക് തിന്മ വരാൻ വേണ്ടിയാണ് അത് പ്രയോഗിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ് പല അവസരങ്ങളും നമ്മൾ കാണുന്നത്. അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. രണ്ടാമത്തത് കഥാപാത്ര വിശകലനമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അശ്വത്ഥാമാവ് നമ്മളുടെ സമൂഹത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശകുനിയുടെ കഥാപാത്ര വിശകലനം നമ്മൾ നടത്തേണ്ടതുണ്ട്. മൂന്നാമത് ശകുനിയുടെ മരണമാണ്. മഹാഭാരത യുദ്ധത്തിന്റെ ഇടയിൽ അദ്ദേഹം എങ്ങനെയാണ് മരണപ്പെട്ടത്, ആരാലാണ് മരണപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. നാലാമത്തത് ശകുനിയുടെ ക്ഷേത്രങ്ങൾ. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ശകുനിക്ക് വേണ്ടി ക്ഷേത്രമുണ്ട്. അതെവിടെയാണെന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഗാന്ധാരദേശത്തെ യുവരാജാവും കൗരവരുടെ അമ്മയായിട്ടുള്ള ഗാന്ധാരിയുടെ സഹോദരനുമായിരുന്നു ശകുനി. കൗശലബുദ്ധിക്കാരനായി മഹാഭാരതത്തിലുടനീളം വിശേഷിപ്പിക്കപ്പെടുന്ന ഇദ്ദേഹം പാണ്ഡവരെ കള്ളച്ചൂത് കളിച്ച് തോൽപ്പിക്കുന്നതിലും പാണ്ഡവരെ വനവാസത്തിനും അജ്ഞാതവാസത്തിനും അയക്കുന്നതിലും ഒരു പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കാലിൽ മുടന്നുള്ളതായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. കൗരവരിൽ മൂത്തവനായിട്ടുള്ള ദുര്യോധനന്റെ പ്രിയപ്പെട്ടവനും ഉപദേഷ്ടാവുമായിരുന്നു ശകുനി. ഇനി നമുക്ക് ശകുനിയുടെ ചെയ്തികൾ, പ്രവൃത്തികൾ നോക്കാം. ശകുനി തന്റെ കൂർമ്മബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളതിന്റെ ചില ഉദാഹരണങ്ങൾ. മഹാഭാരത കഥയിലുടനീളം നമുക്ക് ശകുനിയെ ദുര്യോധനന് കുബുദ്ധി ഉപദേശിച്ച് കൂടെ നടക്കുന്നതായി കാണാൻ സാധിക്കുമെങ്കിലും കഥയിൽ പല വഴിത്തിരിവുകൾക്കും കാരണമായത് ശകുനിയുടെ ഇടപെടലാണ്. അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. പാണ്ഡവ കൗരവന്മാർ കുട്ടികളായിരുന്നപ്പോൾ ദ്രോണാചാര്യരുടെ കീഴിലായിരുന്നല്ലോ വിദ്യാഭ്യാസം. ഗുരുകുല സമ്പ്രദായത്തിൽ ആയോധന കലയും മറ്റ് വിദ്യാഭ്യാസവും ഒക്കെ അഭ്യസിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിള്ളേരാണ്, ഒരുമിച്ച് കളിച്ചു വളർന്നാണ് ഇവർ ജീവിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നതല്ലേ. പക്ഷേ അപ്പോൾ തന്നെ കുട്ടിയായിട്ടുള്ള ദുര്യോധനന്റെ മനസ്സിലേക്ക് ഭീമസേനനെ കൊല്ലണം എന്നുള്ളൊരു വിഷം ശകുനി കുത്തി നിറച്ചു കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ശകുനി പല തന്ത്രങ്ങളും പല ആചാരങ്ങളും പല വഴികളും ഒക്കെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ എന്നിരുന്നാല് ഇതിനുശേഷം ഭീമസേനന് നാഗരസം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുകയും അത് കുടിച്ചതോടെ ഭീമസേനൻ അതീവ ശക്തനായി തീരുകയും ചെയ്യുകയാണ്. രണ്ട്, പാണ്ഡവരെ മുളയിലെ നുള്ളാനായിട്ട് ശകുനി ചെയ്തൊരു കാര്യമുണ്ട്. ഈ പാണ്ഡവരെ വാരണാവതം എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഉല്ലാസയാത്രയ്ക്ക് പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ നമ്മളും പറയാറുണ്ട്, എടാ നീ അങ്ങോട്ട് പൊക്കോ കേട്ടോ, അടിപൊളി സ്ഥലമാണ്, അവിടെ അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയാറുണ്ടല്ലേ. ശകുനി ഒരു സുഹൃത്തെന്ന് നടിച്ച് ഇവരോട് പറയുകയാണ്. ശകുനിയുടെ പദ്ധതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്ന അരക്കില്ലത്തിന് തീയിട്ട് ആ പാണ്ഡവ കുലത്തെ മൊത്തം പച്ചയ്ക്ക് ചുട്ടരിക്കാനായിരുന്നു. അരക്കില്ലത്തിന് തീടാനായിട്ട് പുരോചനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശകുനി പറഞ്ഞ് ഏർപ്പാടാക്കുകയും ചെയ്തു. നമ്മൾ ഇന്നത്തെ കാലത്ത് ഗുണ്ടകളെ അല്ലെങ്കിൽ വാടക കൊലയാളികളെയൊക്കെ നിയോഗിക്കത്തില്ല, അതുപോലെ ശകുനിയുടെ ഒരു ഗുണ്ടയായിരുന്നു പുരോചനൻ. പക്ഷേ അന്ത്യത്തിൽ സംഭവിച്ചത് എന്താണ്? പാണ്ഡവന്മാര് രക്ഷപ്പെടുകയും പുരോചനനാണ് മരണമടയുകയും ചെയ്തത്. മൂന്ന്, പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നത് സൂര്യൻ കൊടുത്തിട്ടുള്ള ഒരു അക്ഷയപാത്രം ഉണ്ടായിരുന്നു. ആ ഒരു അക്ഷയപാത്രത്തിൽ നിന്നാണ് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടിപ്പോന്നിരുന്നത്. പക്ഷേ ഈ ഒരു അക്ഷയപാത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദ്രൗപദി, അതായത് പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേ ദിവസം പിന്നീട് അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കുകയില്ല. അപ്പോൾ ഇത് ശകുനി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശകുനി ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ്. പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ക്ഷിപ്രകോപിയായിട്ടുള്ള, അതായത് അത്രയും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടിയ ശാപം കൊടുക്കുന്ന ദുർവാസാവിനെ അങ്ങോട്ട് വിടുകയാണ്. ദുർവാസാവെ അവിടെ പോയിട്ട് പാഞ്ചാലിയുടെ അടുക്ക് പോയിട്ട് താങ്കൾക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, അവർ താങ്കളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അവിടെ ചെന്നതും എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല, കാരണം പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ഷയപാത്രത്തിൽ നിന്ന് ഭക്ഷണമില്ല. ക്ഷിപ്രകോപിയായിട്ടുള്ള ദുർവാസാവ് ഇവരെ ശപിക്കാൻ ഒരുങ്ങിയാണ്. ഈ ഒരു ശാപത്തിൽ നിന്ന് പാണ്ഡവരെയും പാഞ്ചാലിയൊക്കെ രക്ഷിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ നേരിട്ടിടപെട്ടാണ്. നാല്, മഹാഭാരത യുദ്ധ സമയത്ത് അഭിമന്യുവിനെ, വളരെ യൗവനമായിരുന്നല്ലേ, ഒരു പയ്യനായിരുന്നു ആ ഒരു സമയത്ത് അഭിമന്യു, അല്ലേ? അഭിമന്യുവിന് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പത്മവ്യൂഹത്തിൽ വെച്ച് കൊന്നതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ശകുനിയുടെ കർത്തകരങ്ങളാണ്. അഞ്ച്, നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള കള്ളച്ചൂതും തൽഫലമായി നടന്ന പാഞ്ചാലി വസ്ത്രാക്ഷേപവും ഒക്കെയാണ്. ദ്യുതസഭയിൽ വെച്ചിട്ട് പാണ്ഡവരും കൗരവരും കൂടെ ചൂത് കളിക്കുകയാണ്. യുധിഷ്ഠിരനായിരുന്നു പാണ്ഡവപക്ഷത്തിൽ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ മറുപക്ഷത്ത് ശകുനി അവിടെ നിൽപ്പുണ്ട്. ശകുനി കള്ളച്ചൂത് കളിക്കാനായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. കള്ളച്ചൂത് കളിച്ചായിരുന്നു യുധിഷ്ഠിരനെ അഥവാ പാണ്ഡവപക്ഷത്തെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചൂതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വസ്തുക്കളായിട്ട് പണയം വയ്ക്കണം. അങ്ങനെ എല്ലാം പണയം വയ്ക്കുകയാണ്. അവസാനം അവർ പണയം വെച്ചിട്ടുണ്ടായിരുന്നത് ഭാര്യയായിട്ടുള്ള പാഞ്ചാലിയായിരുന്നു. അങ്ങനെ പാഞ്ചാലി വസ്ത്രാക്ഷേപം നടക്കാൻ പോവുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരിട്ട് അനുഗ്രഹിച്ച് പാഞ്ചാലി അവിടുന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നല്ലേ. സാരി എത്ര വലിച്ചിട്ടും അതിങ്ങനെ തീരാതെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതായത് ഒരു സ്ത്രീയുടെ പരസ്യ വസ്ത്രാക്ഷേപത്തിലേക്ക് വരെ കടക്കുന്നതിന് കാരണക്കാരനായി മാറിയത് ഈ ശകുനിയായിരുന്നു. ഇനി നമുക്ക് ശകുനിയുടെ ഒരു കഥാപാത്ര വിശകലനം നടത്താം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അശ്വത്ഥാമാവിനെ പറ്റി ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെയും സ്വഭാവങ്ങളും മഹാഭാരതത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുമെന്നല്ലേ.
മഹാഭാരതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ഇതിഹാസമാണ്. ശകുനിയും വ്യത്യസ്തമല്ല. ശകുനിയുടെ സ്വഭാവം നമുക്ക് വളരെയേറെ നമ്മളുമായിട്ടോ നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടോ ഒക്കെ ബന്ധപ്പെടുത്താൻ പറ്റും. അതീവ ബുദ്ധിമാനായിരുന്നു ശകുനിയല്ലേ. പക്ഷെ ആ ബുദ്ധി ഉപയോഗിച്ചത് മറ്റുള്ളവരുടെ തിന്മയ്ക്ക് വേണ്ടിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് നന്മ വരണം അല്ലെങ്കിൽ തനിക്കൊരു നേട്ടം ഉണ്ടാകണം എന്നൊന്നും ശകുനി ചിന്തിക്കുന്നില്ല. താൻ ശത്രുവായിട്ട് കാണുന്നവരാരാണോ അല്ലെങ്കിൽ തനിക്ക് വെറുപ്പ് തോന്നുന്നവരാരാണോ അവരുടെ നാശത്തിന് വേണ്ടിയാണ് ശകുനി തൻ്റെ അതിബുദ്ധി അല്ലെങ്കിൽ വക്രബുദ്ധി, കൂർമ്മബുദ്ധി, കുറുക്കൻ്റെ ബുദ്ധി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആ ശത്രുവായിട്ട് കാണുന്നവരെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്ത് ശകുനിക്കില്ല. അപ്പോഴെന്താണ് ചെയ്യുന്നത്? വളരെ പക്കയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരുപാട് കേസുകളിൽ അത് പൊളിറ്റിക്കൽ സംഭവങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പല സിനിമകളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള ശക്തരായിട്ടുള്ളവരെ, അതായത് ശകുനി ശത്രുവായിട്ട് കാണുന്നവരാരാണോ അവരെ നേരിടാൻ കരുത്തുറ്റവരുടെ കൂടെ കൂടിയിട്ട് അവർക്ക് വക്രബുദ്ധി ഉപദേശിച്ചു കൊടുക്കും, വിഷം കുത്തിവെച്ച് കൊടുക്കും. ഇപ്പം ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതായത് മുളയിലെ നുള്ളാൻ വേണ്ടിയിട്ട് ഭീമസേനെ കൊല്ലാൻ ആയിട്ട് പയ്യനായിരുന്ന ദുര്യോധനന്റെ മനസ്സിലേക്ക് ആ കൊച്ചായിരുന്നപ്പോൾ തന്നെ വിഷം കുത്തിവെച്ച് കൊടുക്കുകയാണ്. ശകുനിക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് നേരിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് ശകുനിയുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേക ഒരു സവിശേഷത എന്നുള്ളത്. അദ്ദേഹത്തിന് നേരിടാൻ പറ്റത്തില്ല, പക്ഷെ അദ്ദേഹം അതിബുദ്ധിമാനായിരുന്നു. ആ ബുദ്ധി ശത്രുവിന് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അതെങ്ങനെയാണ്? വളരെ ഉള്ളവരെ, അതായത് വളരെ പ്രബലരായിട്ടുള്ളവരെ കൂട്ടുപിടിച്ച് അവർക്ക് അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് ശത്രുവിനെ വകവരുത്തുകയായിരുന്നു ഈ ഒരു ശകുനിയുടെ രീതി. അതുപോലെ ശകുനി ഗാന്ധാരദേശത്തെ രാജാവാണ്. ഒരു രാജാവിന് ഒരുപാട് കടമകളുണ്ടല്ലോ. ഏറ്റവും വലിയ കടമയുള്ള ഒരു വ്യക്തിയാണ് രാജാവ്. പക്ഷേ തൻ്റെ കടമകളൊന്നും നിറവേറ്റാതെ, അതൊന്നും ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ ശകുനിയുടെ ലക്ഷ്യം ആകപ്പാടെ എന്താണ് മനസ്സിലുള്ളത്? രാജ്യം ഭരിക്കണമെന്നൊന്നുമല്ല, മറിച്ച് കൗരവപക്ഷത്ത് കൂടിയിട്ട് പാണ്ഡവരെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു ശകുനിയുടെ മനസ്സിൽ. അതേ സ്വന്തം ഡ്യൂട്ടി, ധർമ്മത്തിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ശകുനി. ഒരു നന്മയുടെ, അതായത് മഹാഭാരതത്തിലുടനീളം നമുക്ക് ശകുനി ഒരു തിന്മയുടെ പ്രതിഫലനമായിട്ടാണ് കാണാൻ പറ്റുന്നതെങ്കിലും ഒരു നന്മയുടെ കണിക ആകപ്പാടെ കാണാൻ പറ്റുന്നത് തൻ്റെ സഹോദരിയായിട്ടുള്ള ഗാന്ധാരിയോടുള്ള ഒരു സ്നേഹം മാത്രമാണ്. ശരിക്കും പറയുവാണെങ്കിൽ അവരോടുള്ള അനീതിയാണ് ശകുനിയുടെ മനസ്സിൽ ഭീഷ്മരോടുള്ള വെറുപ്പ് നിറച്ചത്. ഗാന്ധാരിയുടെയും ശകുനിയുടെയും അച്ഛനായിരുന്നു സുബല മഹാരാജാവ്. ചെറുപ്പകാലത്ത് തന്നെ സുബല മഹാരാജാവ് ശകുനിയെ ഒരുപാട് സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സുബല മഹാരാജാവിൻ്റെ പ്രശ്നം കൊണ്ടുള്ള കേട്ടോ, ശകുനിയുടെ പ്രശ്നം കൊണ്ടാണ്. കാരണം അത്രത്തോളം ദുർസ്വഭാവക്കാരനായിരുന്നു ശകുനി. നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ ഈ ഒരു സുബല രാജാവ് ശകുനിയുടെ ദുർസ്വഭാവത്തെ തീർത്തും വെറുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശകുനി എന്താണ് ചെയ്തത്? ഇന്നത്തെ പല ഇടയ്ക്ക് വാർത്തകൾ കേൾക്കാം, അച്ഛനെ വഴക്കിട്ടു മകൻ നാട് വിട്ടുപോയി എന്ന് കേൾക്കാം. അതുപോലെ തന്നെ ശകുനിയും ഇറങ്ങി പോവുകയാണ്. ശകുനി നേരെ ഹസ്തിനപുരിയിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് ദുര്യോധനൻ്റെ ഒപ്പം കൂട്ടുകൂടിയാണ്. ദുര്യോധനന്റെ പ്രിയപ്പെട്ടവനായിട്ടും ഉപദേഷ്ടാവായിട്ടും ശകുനി മാറുകയാണ്. ഈ ദുര്യോധനൻ എന്നുള്ളത് ശകുനിയുടെ അനന്തരവനാണ് കേട്ടോ. അപ്പോൾ അനന്തരവനോട് അത്രയും സ്നേഹമാണ് ശകുനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ശകുനിക്ക് ഉലൂകൻ എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ആ മകനോട് പോലും ഇല്ലാത്തൊരു സ്നേഹമാണ് അനന്തരവനായിട്ടുള്ള ദുര്യോധനോട് ഉണ്ടായിരുന്നത്. ദുര്യോധനും അതുപോലെ തന്നെയായിരുന്നു, വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ശകുനി. ദുര്യോധനന്റെ ഹിതം, അതായത് ഒരു ഇഷ്ടം ശകുനി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിലൊന്നും, അതായത് മകനേക്കാൾ കൂടുതൽ ഇഷ്ടം അച്ഛന് മറ്റുള്ളവരോടാണ്, അനന്തരവനോടാണെന്ന് പറഞ്ഞിട്ട് ഉലൂകൻ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉലൂകൻ ശകുനിയുടെ സഹായിയായിട്ടും അതോടൊപ്പം ദുര്യോധനന്റെ ഒരു ഭൃത്യനായിട്ടും കഴിഞ്ഞുകൂടുകയാണ്. ഈ ഗാന്ധാര ദേശത്തിൽ നിന്ന് ശകുനി ഹസ്തിനപുരിയിലേക്ക് എത്തുകയാണല്ലോ. അത് തന്റെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള ഗാന്ധാരിക്ക് പോലും ഇഷ്ടമല്ലായിരുന്നു. കാരണം ഹസ്തിനപുരിയിലെ എല്ലാ ജനങ്ങളും ശകുനിയെ വെറുത്തിരുന്നു, ശകുനിയുടെ ഈ ഒരു സ്വഭാവം കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഹസ്തിനപുരിയിലെ എല്ലാ ജനങ്ങളും ശകുനിയെ വെറുക്കുന്നത് എന്നതിൻ്റെയൊക്കെ കാരണം മഹാഭാരതത്തിൽ ഉടനീളം ഓരോ കണിക പോലും വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആയിരക്കണക്കിന് വർഷം മുമ്പ് നമുക്ക് ഈ കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത അമാനുഷികത വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു അസ്ത്രം എയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അതിൻ്റെ പോയ വഴിയും ശബ്ദവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും പൊട്ടിത്തെറികളും എല്ലാം നമുക്ക് മനസ്സിലേക്ക് അത്രത്തോളം വരുന്ന രീതിയിൽ ഓരോ കുതിരക്കുളമ്പടിയും, ഒരു കുതിര ഓടുമ്പോഴേക്ക് ആ ശബ്ദമുണ്ടല്ലോ, അതുപോലെ നമ്മളുടെ ചെവിയിൽ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് മഹാഭാരതം ഈ BC കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും ഹസ്തിനപുരിയിലെ ജനങ്ങൾ മൊത്തത്തിൽ ശകുനിയെ വെറുത്തിരുന്നു ആ ഒരു സമയം കൊണ്ട് തന്നെ. പിന്നെ സഭാവാസികളായിട്ടുള്ള ഭീഷ്മര്, ദ്രോണര്, വിതുരര് ഒക്കെ തന്നെ ശകുനിയെ വെറുത്തിരുന്നു. അവർക്കൊന്നും തന്നെ ശകുനിയെ ഇഷ്ടമല്ലായിരുന്നു. ശകുനി സഭയിലേക്ക് വരുന്നത് തന്നെ ദുര്യോധനന്റെ ഒപ്പം മാത്രമായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടായേക്കാം, ആരെങ്കിലും ശകുനി ആക്രമിച്ച് കൊല ചെയ്തേക്കാം, കൊല്ലപ്പെട്ടേക്കാം എന്ന് ശകുനിക്കറിയാം. ദുര്യോധനന്റെ ഒരു നിഴലായി കഴിഞ്ഞു കൂടുക മാത്രമാണ് ശകുനിക്ക് ആകപ്പാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ദുര്യോധനന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ പുറകെ നടക്കുക, ഒപ്പം പറ്റി നടക്കുക. ദുര്യോധനന്റെ കോപത്തെ ഭയന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പോലും ശകുനിയെ സഹിച്ചുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ശകുനിയെ തല്ലി ഓടിച്ചേനെ. ആ ഇടയ്ക്കാണ് ചൂതുകളി അരങ്ങേറുന്നത്. ശകുനിയുടെ കള്ളച്ചൂതില്
പാണ്ഡവന്മാർ തോക്കുകയും വസ്ത്രാക്ഷേപം നടക്കുകയും അതുപോലെ തന്നെ പാണ്ഡവന്മാർക്ക് നാട് വിട്ടു പോകേണ്ടി വരികയാണ്, വനവാസത്തിന് പോകേണ്ടി വരികയാണ്. ഇതിനെപ്പറ്റി സഹോദരിയായിട്ടുള്ള ഗാന്ധാരി തന്റെ മകനായിട്ടുള്ള ദുര്യോധനോട് പറഞ്ഞ എന്താണെന്നറിയാവോ? കള്ളച്ചൂതിലൂടെ കാപട്യം കാണിച്ച് പാണ്ഡവരെ കാട് കയറ്റിയ ശകുനി നമ്മളുടെ കുലനാശത്തിന് കാരണമാകും. അതുകൊണ്ട് ശകുനി ഒരിക്കലും വിശ്വസിക്കരുത്, ശകുനിയെ തള്ളിപ്പറയണമെന്നാണ്. ശകുനി ദുര്യോധനോട് പറഞ്ഞ എന്താകട്ടെ, ഒരിക്കലും പാണ്ഡവരെ വിശ്വസിക്കരുത്, പാണ്ഡവരുടെ ഉന്മൂലനമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാകണം. പാണ്ഡവർ വനവാസത്തിൽ നിന്ന് അഥവാ കാട്ടിൽ നിന്ന് ഒരിക്കലും ഹസ്തിനപുരിയിലേക്ക് തിരികെ വരാതിരിക്കാനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കണമെന്ന് ശകുനി ദുര്യോധനോട് പറയുകയാണ്. സന്ധിച്ചർച്ചയ്ക്ക് വന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ ബന്ധനസ്ഥനാക്കാനും ശകുനി ദുര്യോധനന് ഉപദേശം നടക്കുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ ബന്ധനസ്ഥനാക്കാൻ അത് മാത്രം ശകുനിയുടെ ഒരു വ്യാമോഹമായി പോയി. ഏറ്റവും പ്രധാനമായി പാണ്ഡവർക്ക് പാതിരാജ്യം കൊടുക്കരുത് എന്ന് ദുര്യോധനന്റെ മനസ്സിൽ ആ ഒരു കാര്യം ദുര്യോധനെ പറഞ്ഞ് ഇങ്ങനെ വിഷം നിറച്ചു കൊടുക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാരണമാണ് മഹാഭാരത യുദ്ധത്തിന് കാരണമായി മാറിയത്. മഹാഭാരത കഥ എങ്ങനെയാണോ അതിന് കാരണക്കാരനായി മാറിയത് ശകുനിയാണ്. ഉള്ളിൽ വെറുപ്പും അസൂയയും ഒക്കെ ഉണ്ടെങ്കിലും ദുര്യോധനനെ നാം കാണുന്ന രീതിയിലേക്കുള്ള പക, അത്രത്തോളം പക വളരാൻ കാരണം ശകുനിയാണ്. ചെറുപ്പകാലം മുതലേ തന്നെ പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യണം, പാണ്ഡവർ നമ്മുടെ ശത്രുക്കളാണ്, അവർ നമ്മുടെ സഹോദരങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ദുര്യോധനന്റെയും കൗരവപക്ഷത്തിൻ്റെയും ഉള്ളിൽ വിഷം കുത്തി നിറച്ചത് ഈ ശകുനിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകത്തില്ല. രാജ്യം പകുതിയായിട്ട് പകുത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ വലിയ മഹാഭാരത യുദ്ധത്തിലേക്കൊന്നും പോകത്തില്ല. ഇതിനെല്ലാം കാരണക്കാരനായി മാറിയത് ആരാണ്? ശകുനിയാണ്. ദുര്യോധനന്റെ അധപ്പതനത്തിന് വിത്ത് പാകിയത് ശകുനിയാണ്. ഇത് സംഭവിക്കുന്ന കാര്യമല്ലേ നമ്മുടെ സമൂഹത്തിൽ? ഒന്ന് നോക്കിക്കേ, നമ്മൾ എത്രയോ കേസ് കേട്ടിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ ചെല്ലുന്ന ഒരു പയ്യൻ അവിടെ പുതിയൊരു സുഹൃത്തിനെ പരിചയപ്പെടുന്നു. ആ സുഹൃത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഇവൻ ആദ്യമൊക്കെ എതിർക്കുമെങ്കിൽ ഇവനെ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കും, എടാ ഇത് ഉപയോഗിച്ചു നല്ല അടിപൊളിയാണ്, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെയും കൂടെ കൊടിയ മയക്കുമരുന്നിന് അടിമകളാക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലേ. ഇതുപോലെ തന്നെയാണ് സുഹൃത്ത് നന്നായില്ലെങ്കിൽ ആ സുഹൃത്ത് നമ്മളുടെ നാശത്തിന് കാരണമായി മാറും എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ദുര്യോധനന് ശകുനി വരുത്തി വെച്ച വിന. ദുര്യോധനൻ മാത്രമല്ല, ധൃതരാഷ്ട്രരും പലപ്പോഴും ഈ ശകുനിയുടെ വലയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശകുനിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏത് അത്യന്തഘട്ടത്തിലും അല്ലെങ്കിൽ ആപത് ഘട്ടത്തിലും തൻ്റെ വാക്ചാതുര്യം ഉപയോഗിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. എല്ലാവരും സംസാരിച്ച് വീഴ്ത്താനുള്ള ഒരു ശേഷി ശകുനിക്കുണ്ടായിരുന്നു. ആ ഒരു വാക്കിലൂടെ, ആ ഒരു വാക്ചാതുര്യത്തിലൂടെ പലപ്പോഴും തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ശകുനിക്ക് സാധിച്ചിരുന്നു. ഇനി ശകുനിയുടെ മരണത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, മഹാഭാരത യുദ്ധം 18 ദിവസമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഈ 18 അതായത് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തെ ദിവസം പാണ്ഡവരിലെ ഇളയവനായിട്ടുള്ള സഹദേവനാണ് ശകുനിയെ കൊല്ലുന്നത്. സഹദേവൻ സഭയിൽ വെച്ചിട്ട് പ്രതിജ്ഞ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ഞാൻ ശകുനിയെ കൊന്നിരിക്കുമെന്ന്. പറഞ്ഞ പോലെ തന്നെ സഹദേവൻ ചെയ്യുകയാണ്. സഹദേവൻ എന്നുള്ളത് മഹാജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് ശകുനിയുടെ കാപട്യങ്ങൾ മനസ്സിലായിരുന്നു. മായാപ്രയോഗം ശകുനിക്ക് നല്ല വശമായിരുന്നു. പലപ്പോഴും ശത്രുവിനെ കബളിപ്പിക്കാനായിട്ട് ശകുനിക്ക് തൻ്റെ മായാപ്രയോഗത്തിലൂടെ സാധിക്കുകയാണ്. പക്ഷേ വളരെ ത്രികാലജ്ഞാനിയായിട്ടുള്ള സഹദേവൻ ഇതൊക്കെ മനസ്സിലാക്കിയാണ്. അത് മനസ്സിലാക്കിയ ശേഷമാണ് ശകുനി അവസാന ദിവസം കൊല്ലാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സഹദേവൻ ഈസ് ആൻ എപ്പിക് ലെജൻഡ് സത്യം പറയുവാണെങ്കിൽ. എന്താണെങ്കിലും ഇതാണ് ശകുനിയുടെ ഒരു കഥാപാത്ര വിശകലനവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ മരണവും എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശകുനി ഇന്ന് നമ്മളുടെ ഇടയിൽ എത്ര പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എത്ര പേരെ കൂടെ നടന്ന് എരിവ് കയറ്റിയിട്ട് അവനെ കൊണ്ട് മറ്റൊരുത്തനെ അടുപ്പിക്കുന്നു, കാണാറില്ലേ? നിങ്ങളുടെ തന്നെ സുഹൃത്ത് വലയങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. മഹാഭാരത യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിലാണെന്ന് പറയാറുണ്ടല്ലേ, ഇത് തന്നെയാണ് കാരണവും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, ഇത്രയും ക്രൂരനാണെങ്കിലും ശകുനിക്ക് വേണ്ടി ഒരു ക്ഷേത്രം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? മറ്റൊരിടത്തുമല്ല, നമ്മളുടെ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മായങ്കോട്ട് മലഞ്ചാവർ ദേവസ്വം മലനട മലദേവ ക്ഷേത്രം എന്നാണ് ഈ ഒരു ക്ഷേത്രത്തിന് പേരുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്തെന്നാൽ, മഹാഭാരത യുദ്ധത്തിന് ശേഷം കൗരവ സംഘത്തിലെ പടയാളികളുണ്ടല്ലോ, പോരാളികള്, അവർക്ക് ഭക്ഷണം നൽകിയിട്ടുള്ള ചേര രാജാവായിട്ടുള്ള ഉദയൻ ചേരനുമായിട്ട് ഈ സംഘം കേരളത്തിൽ എത്തിച്ചേരുകയാണ്. കേരളത്തിലെത്തിയ ശേഷം ഇവരുടെ തലവനായിട്ടുള്ള നേതാവായിട്ടുള്ള ദുര്യോധനും ശകുനിക്കും വേണ്ടിയിട്ട് ഈ പടയാളികൾ ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഒരു പൂജ നടത്തുകയാണ്. ഇപ്പോഴും ഹിന്ദു മതത്തിൽ എങ്ങനെ നോക്കുവാണെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കർമ്മങ്ങളും ചടങ്ങുകളും ഒക്കെ ഉണ്ടാകുമല്ലേ. സമാനമായിട്ട് മോക്ഷപ്രാപ്തി ലഭിക്കാനായിരുന്നു ആ ഒരു ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് ഒരു പൂജ നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ശകുനിക്ക് മോക്ഷം ലഭിക്കുകയാണ്. ഇത്രത്തോളം പാപം ചെയ്ത ശകുനി ശിവഭജനത്താൽ പവിത്രനായ സ്ഥലം, അതാണല്ലോ ആ സ്ഥലം, അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് പവിത്രേശ്വരം എന്ന് പേര് വന്നത്. അങ്ങനെ ഒരു ഐതിഹ്യം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ശകുനിയുടെ
അത്യാവശ്യം കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഓർക്കുക, ഒരിക്കലും മഹാഭാരതം നമുക്ക് ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു വർഷം ഇരുന്ന് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. കാരണം ആ ഓരോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അത്രത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം നമ്മളുടെ ഇതിഹാസമാണ്, നമ്മളുടെ പാരമ്പര്യമാണ്. ഒരിക്കലെങ്കിലും മഹാഭാരതം പൂർണ്ണമായിട്ടൊന്നും വായിക്കാൻ സാധിക്കില്ല, അത് ഞാൻ ഒരാളോടും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ സമാഹാരങ്ങൾ കിട്ടും, ചെറുതാക്കി എഴുതിയിട്ടുള്ള അതെങ്കിലും വായിച്ച് പൂർണ്ണമായിട്ടുള്ള കഥയൊന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ 6ാമത്തെ പർവ്വമായിട്ടുള്ള ഭീഷ്മപർവത്തിലാണ് നമ്മളുടെ ഭഗവത്ഗീത വരുന്നത്. ഒരിക്കലെങ്കിലും വായിച്ചിരിക്കും. ഇതൊരിക്കലും മതത്തിൻ്റെ ഒന്നും ഭാഗമല്ല, നമ്മൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും പാരമ്പര്യമാണ്, സംസ്കാരമാണ്, പൈതൃകമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസവുമാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പേഷ്യൽ മടപ്പള്ളി സൈനിങ് ഔട്ട്.